അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ എല്ലാവരും പല പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഓരോരുത്തർക്കും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ഒരു ദിവസവും വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തു ചൊല്ലിയാൽ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ നിറവേറും, പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറും. അവർക്കുള്ള ഒരു ആത്മീയമായ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ ചെയ്യുക. നമ്മുടെ റബ്ബ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അവൻ്റെ മുമ്പിൽ വളരെ താഴ്മയോടെ, റബ്ബേ നീയല്ലാതെ എനിക്ക് ആരുമില്ല, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് തവക്കൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ നിറവേറാനുണ്ടാവും, അതുപോലെ പ്രയാസങ്ങൾ മാറാനുണ്ടാവും. അതിനെല്ലാം പരിഹാരം ഉണ്ടാവാൻ വേണ്ടി സുബ്ഹി നിസ്കാര ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ കൂടെ 3 ഇസ്മ, അള്ളാഹിൻ്റെ മഹത്തായ 3 ഇസ്മുകളാണ് കൂട്ടിച്ചേർത്തു ചൊല്ലുന്നത്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽപ്പെട്ട ഈ 3 ദിക്ർ 3 പ്രാവശ്യം സുബ്ഹി നിസ്കാര ശേഷം ചൊല്ലിയാൽ അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറുന്നതാണ്. ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിലേക്ക് ഇരു കൈയുമുയർത്തി ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അതുപോലെ അവന് ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും ഇത് 100 പ്രാവശ്യം പതിവാക്കുക. അതുപോലെ ഇത് പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിയമത്തുകൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഖബറിൻ്റെ ഏകാന്തതയിൽ ഒരു സന്തോഷമായി ഈ ദിക്ർ ഉണ്ടാവുകയും സ്വർഗത്തിൻ്റെ വാതിൽ മുട്ടുകയും കാരണമാവുകയും ചെയ്യുന്ന ദിക്റാണ് ഇത്. നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാകും. ഒരു പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കാതെ പതിവായി ദിവസവും ദുആ ചെയ്തു കൊണ്ടിരിക്കുക. ഏത് സമയത്ത് എപ്പോഴാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ ദുആ സ്വീകരിക്കാൻ, അള്ളാഹു ദുആ സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഫർളായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ബാങ്ക് കേട്ട ഉടനെ നിസ്കരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ടാകാം എന്ന് ചിന്തിക്കാതെ ബാങ്ക് കേട്ട ഉടനെ നിസ്കരിക്കുക. അതുപോലെ മനസ്സിലെ ദുശ്ചിന്തകൾ ഒന്നുമില്ലാതെ ആരോടും ഒരു പിണക്കവും ഉണ്ടാവാൻ പാടില്ല. ആര് നമ്മോട് മിണ്ടാതെ നിന്നാലും നമ്മൾ അവരോട് മിണ്ടുക. ഒരു പക്ഷേ നാളെ നമ്മൾ അവരോട് മിണ്ടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലോ? മരണം നിഴൽ പോലെ നമ്മുടെ കൂടെയുണ്ട്. നാളെ നമ്മൾ ഉണ്ടാവുമെന്ന ഒരു വിശ്വാസവും നമുക്കില്ല. കഴിവതും തെറ്റിൽ നിന്നെല്ലാം നമ്മൾ അകന്നു നിൽക്കുക. ഇവിടെയുള്ള ജീവിതം, ദുനിയാവ്, അത് കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതാണ്. നാളെ ആഖിറത്തിലേക്കുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളും ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുക. വരാനിരിക്കുന്ന ആ ഭയാനകമായ ഖബർ ജീവിതം എപ്പോഴും നമ്മൾ ഓർക്കുക. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ക്ഷമിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി നല്ലൊരു ജീവിതം ഇഹലോകത്തും പരലോകത്തും നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.